കോഴിക്കോട്ടെ പ്രധാന സ്വർണ്ണ വ്യാപാര കേന്ദ്രമായിരുന്നു പാളയത്തെ കമ്മത്ത് ലൈൻ. എന്നാൽ വ്യാപാര പ്രൗഢി നഷ്ടപ്പെട്ട് കേവലം പെട്ടിക്കടകളുടെ അവസ്ഥയാണ് ഇവിടുത്തെ കടകൾക്കിന്ന്. സ്വർണ്ണവില ദിനംപ്രതി വർദ്ധിക്കുന്നുണ്ടെങ്കിലും സ്വർണ്ണത്തൊഴിലാളികളിൽ പലരും പണി ഉപേക്ഷിച്ചു പോകുന്നതാണ് പഴയ പ്രതാപ തകർച്ചയ്ക്ക് കാരണം. വൻകിട ജ്വല്ലറികളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ചേക്കേറിയതും തിരിച്ചടിയായി. വളരെ തുച്ഛമായ കൂലിയാണ് നിലവിൽ സ്വർണ്ണപ്പണിക്കാർക്ക് ലഭിക്കുന്നത്. മുൻപുള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഗ്രാമിനാണ് പണിക്കൂലി. 1 ഗ്രാമിന് 50 രൂപ വരെയാണ് നിലവിലെ കൂലി. ഇന്നത്തെ സ്വർണ്ണവിലയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പ്രതിഫലം പോരാതെ വരുന്നു. മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതുകൊണ്ട് പലരും മറ്റു മേഖലകളിലേക്ക് ചേക്കേറുന്നു. വൻകിട ജ്വല്ലറികളുടെ മത്സരവും പണിക്കൂലിയിൽ ഏകീകരണമില്ലാത്തതുമാണ് മിക്ക തൊഴിലാളികളും സ്വർണ്ണപ്പണി ഉപേക്ഷിക്കാൻ കാരണം. നിർമ്മാണ പ്രക്രിയയിൽ വന്ന മാറ്റവും സ്വർണ്ണപ്പണിക്കാർക്ക് തിരിച്ചടിയായി. വിളക്കുപൊടി ചേർത്ത് ഉരുക്കിയെടുത്തിരുന്ന സ്വർണം ഇന്ന് മെഷീൻ ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വർണ്ണവില ഉയരുമ്പോഴും ഉപഭോഗം കുറഞ്ഞു വരുന്നതായാണ് വിപണിയിലെ സൂചന. മുൻപ് 500 രൂപയ്ക്കടുത്ത് 1 ഗ്രാം സ്വർണം ലഭിച്ചിരുന്നെങ്കിൽ 2000 രൂപയിലധികമാണ് ഗ്രാമിന്റെ നിലവിലെ വില. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.